അങ്ങനെ ഞായറാഴ്ചയും കഴിഞ്ഞു. ഇനി നാളെ രാവിലെ എഴുന്നേൽക്കണം. ജാനുസിന് നാളെ രാവിലെ തന്നെ സ്കൂളിൽ പോകണം കേട്ടോ. സ്കൂളുണ്ട്, തെറാപ്പി ഉണ്ട്. അപ്പോൾ രാവിലെ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം നടക്കില്ല. ഒന്നാമത് ഗ്യാസ് ഇല്ല, പിന്നെ ഇൻഡക്ഷൻ കുക്കറിലെല്ലാം കൂടി ഭയങ്കര പാടാണ്. ചോറ് വെക്കാനാണ് എനിക്ക് ഭയങ്കര താമസമുള്ളത്. അതുകൊണ്ട് ചോറൊക്കെ ഞാൻ രാത്രി തന്നെ വെച്ച് വെക്കുന്നുണ്ട്. ഇനി നാളത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടുള്ള അപ്പത്തിൻ്റെ മാവ് അരയ്ക്കാൻ പോവാണ് കേട്ടോ. മാവ് അരയ്ക്കാൻ പോവാണെന്നൊക്കെ ഒരു ധാരണ കിട്ടിയപ്പോൾ തന്നെ നമ്മുടെ ജാനൂസ് ഓടിക്കൊണ്ടുവന്ന് വേറെ ഒന്നിനുമല്ല, മാവി കളിക്കാനോ അങ്ങനെ ഒന്നിനുമല്ല, അവൾക്ക് മിക്സിയിലുള്ള അരപ്പ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. എൻ്റെ കൂടെ കമ്പൈൻ ചെയ്തിരുന്ന മിക്സിയിൽ ഇങ്ങനെ അരയ്ക്കണം, അത് ഭയങ്കര ഇഷ്ടമാണ്. ഞാനും വിചാരിച്ചു പിന്നെ ഇരുന്നോട്ടെ എന്ന്. ഹെൽപ്പ് ചെയ്യാനാണ് പുള്ളിക്കാരി ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് ഭയങ്കര മെനക്കേട് പരിപാടിയാണ് മോളുടെ ഹെൽപ്പ് എന്ന് പറയുന്നത്. എന്തായാലും ഞങ്ങൾ എന്നോട് ഒരുമിച്ചിരുന്ന് കുറച്ച് അരിയൊക്കെ ആട്ടി എല്ലാം റെഡിയാക്കി എൻ്റെ കൂടെ കുറേ നേരം അവിടെ ഇരുന്നോട്ടെ. എന്ത് പറ്റുമെന്ന് അറിയില്ല, ആൾ ക്ലീനിങ്ങിനൊക്കെ വളരെയധികം നന്നായിട്ട് സഹകരിച്ചൊക്കെ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അടുക്കളയിലെ പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള അടുത്ത പരിപാടി ക്ലീനിങ് ആണ്. രാവിലെ ഞാൻ ക്ലീൻ ചെയ്തിട്ടാൽ ഇവൾ എന്തായാലും എല്ലാം നശിപ്പിച്ചിടും. അപ്പോൾ ഇവളുള്ള ദിവസങ്ങളിൽ ഞാൻ രാവിലെ ക്ലീൻ ചെയ്യാറേ ഇല്ല. രാത്രിയിൽ കിടക്കുന്നതിന് മുന്നേ ഞാനും ജാനൂസും കൂടെ ക്ലീനിങ്ങിനും ഇറങ്ങി. ക്ലീനിങ്ങിനും പുള്ളിക്കാരി എന്നെ സഹായിച്ചു കേട്ടോ. ഒരു ചൂലൊക്കെ കൊണ്ടുവന്ന് വെച്ചു. പക്ഷേ ഇരട്ടിപ്പണിയാണെങ്കിലും ഞാൻ വിചാരിച്ചു ചെയ്ത് പഠിക്കട്ടെ, അമ്മയ്ക്കൊരു കൂട്ടാവുമല്ലോ. എനിക്ക് അവളും അവൾക്ക് ഞാനും മാത്രം ഉള്ളിടത്ത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് പോകണ്ടേ. അപ്പോൾ ഞങ്ങളുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ഇനി അടുത്ത സ്റ്റെപ്പ് ഉറങ്ങുക എന്നുള്ളതാണ്. ഇന്ന് എനിക്ക് തോന്നുന്നു വൈകിട്ട് ഒരു 4-4:30 വരെ കിടന്നുറങ്ങി. അതുകൊണ്ട് ഇന്നത്തെ ഉറക്കം ഗോവിന്ദ, മിക്കവാറും 1 മണിയൊക്കെ ആവും. എന്നാലും വേണ്ടിയില്ല. അപ്പോൾ ശരി, നാളെ കാണാം. ഗുഡ് നൈറ്റ്.